കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒത്തിരി റിസൾട്ട് തരുന്ന ഒരു ടൂള് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പ്രധാന സാധനമാണ് കല്ലുപ്പ്. അപ്പോൾ ഈ കല്ലുപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പ് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം. ഈ കല്ലുപ്പ് ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ ബ്ലെസ്സിങ് ഉള്ളതാണ്. കല്ലുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി ദേവിയായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കല്ലുപ്പ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് കല്ലുപ്പിട്ട് ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്ത് കുറച്ച് കല്ലുപ്പിട്ട് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൂലയിൽ വെക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാം. എല്ലാ ദിവസവും രാവിലെ ഈ വെള്ളം നമ്മുടെ വാഷ് ബേസിനിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിന് കളഞ്ഞിട്ട് വീണ്ടും പുതിയ വെള്ളം വയ്ക്കുന്നത് നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാനായിട്ട് വളരെ നല്ല ഒരു ടൂളാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വീട് തറ തുടയ്ക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മതി ഈ കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറ കംപ്ലീറ്റ് തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നെഗറ്റിവിറ്റി മാറാനും നല്ലതാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതും വളരെയധികം നെഗറ്റീവ് എനർജികളെ കളയാനായിട്ട് സാധിക്കും. അപ്പം കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ 4 മൂലകളിലും കല്ലുപ്പ് വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വലിച്ചെടുത്ത് എന്നെ വീടിനെ ശുദ്ധീകരിച്ച് തരണമെന്ന് പറഞ്ഞ് വീട്ടിൻ്റെ 4 മൂലകളിലും കല്ലുപ്പ് വയ്ക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലതരത്തിലുള്ള മാനസിക വിഷമങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബേസിനകത്ത് നിറച്ച് വെള്ളം എടുത്തിട്ട് 1 കിലോ ഉപ്പിൻ്റെ പാക്കറ്റ് വാങ്ങിച്ച് കല്ലുപ്പിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് പൊട്ടിച്ച് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു കസേരയിലോ എന്തെങ്കിലും ഇരുന്നു കൊണ്ട് ഈ 2 കാലുകളും വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കണ്ണടച്ചിരുന്നിട്ട് ഒരു 15 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഈ കല്ലുപ്പുള്ള വെള്ളം വലിച്ചെടുത്ത് എന്നെ ശുദ്ധീകരിച്ച് തരണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് ആ രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജികളും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും എല്ലാം ഈ കല്ലുപ്പ് ഉള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാണാം. അപ്പോൾ പലർക്കും ആ കല്ലുപ്പുള്ള വെള്ളത്തിലേക്ക് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കറുപ്പ് വെള്ളത്തിൽ കലർന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. ചിലർക്ക് ആ വെള്ളത്തിന് ഒരു ദുർഗന്ധം, ഒരു സ്മെല്ലുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഈ നെഗറ്റിവിറ്റി പോകുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് കല്ലുപ്പ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബൗളിനകത്ത് നിറച്ച് കല്ലുപ്പിട്ടിട്ട് അതിനകത്തുള്ള ഈ റൂമിലേക്കുള്ള നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും വലിച്ചെടുത്ത് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കല്ലുപ്പ് അവിടെ വയ്ക്കുന്നതും വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് ഈ കല്ലുപ്പ് നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് വാസ്തുപരമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിന്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ വന്ന് നിങ്ങളുടെ വീട് മൊത്തത്തിലുള്ള പ്ലാനും ഡിഗ്രിയും എടുത്തതിന് ശേഷം ആ വീട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്, പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് എഴുതി വരച്ച് തരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ടൂൾസുകൾ വെച്ച് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. എല്ലാ വീട്ടിലും ടൂൾസ് വെച്ചിട്ട് മാത്രമേ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വന്ന് വീട് നോക്കി ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ വീടൊന്ന് ക്രമീകരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.